ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്യാപ്പിങ്ങും അതുപോലെ തന്നെ റൂട്ടും എങ്ങനെ വിസിലായിട്ട് ചെക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് 18 ഇഞ്ച് പൈപ്പിൻ്റെ വിഷ്വൽ ചെക്കിംഗ് ആണ് ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് 18 ഇഞ്ച് പൈപ്പ്, അതുപോലെ തന്നെ 18 mm തിക്നെസ് ഉള്ള പൈപ്പിൻ്റെ റൂട്ട് നമുക്ക് എങ്ങനെ നമ്മളത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 മില്ലി പ്രൊജക്റ്റ് ചെയ്ത് മാത്രമേ റൂട്ട് നിൽക്കാവൂ. അപ്പം അണ്ടർ കട്ട് ഉണ്ടോ നോക്കണം ആദ്യം. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് സ്റ്റാർട്ട് പ്രോബ്ലമാണ്. അത് നമ്മൾ ഒരു റാഡ് വെൽഡ് റൂട്ട് അടിച്ച് കഴിയുമ്പോൾ അടുത്ത റാഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വരുന്ന നല്ലപോലെ അത് റൂട്ട് പെനട്രേറ്റൻ്റ് ആവാതെ മെൽറ്റ് ആവാതെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് നോക്കിയാൽ അത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഒരു വെൽഡിങ് റാഡ് വിട്ടിട്ട് നമ്മൾ അടുത്ത വെൽഡിങ് അടിക്കുമ്പോൾ എങ്ങനെ ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അടുത്ത നമ്മൾ റൂട്ടിലോട്ട് നോക്കുമ്പോൾ നമ്മൾ മെഷീൻ വെൽഡിംഗ് ഒന്നും അല്ല, ഹാൻഡ് വെൽഡിങ് ആയതുകൊണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതും നമുക്ക് സ്ലാഗ് ഇരിപ്പുണ്ട്. അപ്പം സ്ലാഗ് വിത്ത് അണ്ടർ കട്ടാണ്. അപ്പം അത് നമ്മൾ ഇതൊക്കെ എക്സ്റേയിൽ ഫെയിലാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന അടുത്ത വീഡിയോ ചെയ്യാം, ഇതെങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യാം. പിന്നെ അതാണ് റൂട്ട്. അപ്പം നമ്മളിത് വിഷ്വലായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം വിഷ്വലായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എക്സ്റേക്ക് ഇത് വിടത്തുള്ളൂ. അപ്പം അത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. 100% എക്സ്റേയിൽ ഇതൊന്നും വരാൻ പാടില്ല. എല്ലായിടും സ്റ്റാർട്ട് പ്രോബ്ലം ഉണ്ട്. അതിപ്പം വെൽഡിങ്ങിൻ്റെ പ്രോബ്ലം തന്നെയാണ്. അതൊക്കെ മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാകും. അപ്പം അതൊരു പോരായ്മയാണ്. അപ്പം ഇങ്ങനെ നോക്കണം, നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ചിലയിടത്തൊക്കെ അധികമായിട്ട് വരും, ചിലയിടത്ത് കുറച്ച്. ഇതിപ്പം പെനട്രേഷൻ ചോവിന് വന്നിട്ടില്ല, ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടില്ല. അതാണ് അവിടെ യാത്രയുടെ കുഴിഞ്ഞ് കാണുന്നത്. അത് പെനട്രേഷൻ ലോയാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് അടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാക്ക് ഓഫ് ഫ്യൂഷനാണ് ആ കാണുന്നത്. അതും പ്രശ്നമാണ്. അതും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം എക്സ്റേയിൽ ഫെയിലാവുന്നതാണ്. അപ്പം അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് 18 ഇഞ്ച് പൈപ്പാണ്. അപ്പം അത് അണ്ടർ കട്ട്, അതും അണ്ടർ കട്ട് വിത്ത് എക്സസ് കൂടുതലുണ്ട്, പെനട്രേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കൂടുതൽ. അത് അങ്ങനെ വരാൻ പാടില്ല. 2 മില്ലി വരെ നമുക്ക് റൂട്ട് അലൗഡുള്ളൂ. പിന്നെ ചില സമയങ്ങളിലൊക്കെ 2 മില്ലി കൂടിയാലും അത് അങ്ങനെ അത്ര കൂടാൻ പറ്റത്തില്ല. 1-2 ചെറിയതൊക്കെ നമ്മൾ കുഴപ്പമില്ല. അങ്ങനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതും അണ്ടർ കട്ടാണ്. അതും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത്രയൊക്കെ പ്രോബ്ലംസ് ഇതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ക്യാപ്പിങ്ങിലാണ്. ക്യാപ്പിങ്ങിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും അങ്ങനെ പ്രശ്നം അണ്ടർ കട്ടൊന്നും വരാതിരുന്നാൽ മതി. അപ്പം അണ്ടർ കട്ട് വന്നാലും നമ്മൾ ചെറിയ ബ്ലേഡ് വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഫയൽ വെച്ച് പോളിഷ് ചെയ്താൽ അതങ്ങ് മാറും. അപ്പം അത് ഓർത്ത് പ്രശ്നമില്ല. ഇപ്പോൾ റൂട്ടിലാണ് നമുക്ക് എല്ലാം പ്രശ്നങ്ങൾ വരുന്നത്. അണ്ടർ കട്ട് വന്നാൽ, ക്യാപ്പിങ് ചെറുതായിട്ട് വന്നാൽ 1 മില്ലിയൊക്കെ അണ്ടർ കട്ട് അലൗഡാണ്. അപ്പോൾ അധികം വരാൻ പാടില്ല, 1 മില്ലിയൊക്കെ. അപ്പം അതുപോലെ ചില നമ്മൾ ആർക്ക് സ്ട്രൈക്ക്, അതായത് നമ്മൾ ഹോൾഡർ ഇട്ട് നമ്മൾ അനാവശ്യമായിട്ട് ജോബിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല. അതും എക്സ്റേയിൽ ഫെയിലാവുന്നതാണ്. റാഡ് വെച്ച് ചിലരുണ്ട്, ആ റാഡ് വെച്ച് ഇങ്ങനെ കുത്തി വലിക്കും. അങ്ങനെ വലിക്കാൻ പാടില്ല. അതൊരു പോരായ്മയാണ്. അതൊന്നും ചെയ്യരുത്. പിന്നെ റൂട്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ മെഷീനല്ല, ഹാൻഡിലല്ലേ. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. ഇപ്പം ഇത് മെക്കാനിക്കൽ ഡിസീസാണ്, അതായത് മെക്കാനിക്കൽ പ്രോബ്ലം. അത് പൈപ്പിലുള്ളതാണ്. അതൊന്നും നമുക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പക്ഷേ അങ്ങനെ വരാൻ പാടില്ല. ഒരു വെൽഡർ അടിക്കുമ്പോൾ ആ ജോയിൻറ്റുകളെല്ലാം ക്ലിയറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇതുപോലെ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ മാത്രമേ, അതൊക്കെ അതൊന്നും നമ്മൾ അത്ര കാര്യമാണ്. അതെല്ലാം
മറ്റുള്ളവർ നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളിത് കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ അണ്ടർ കട്ടൊക്കെ പ്രശ്നമില്ല, അതൊക്കെ സോൾവ് ആണ്. അതൊന്നും എക്സ്റേയിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതുപോലെ ചെറിയ സ്ലാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചിപ്പിംഗ് ഹാമർ വെച്ച് ചിപ്പ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യണം. എപ്പോഴും ജോബ് നല്ല ക്ലിയർ ആയിരിക്കണം. ഇതിപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ വെൽഡിങ്ങിനെ പറ്റിയുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ 13 ഇഞ്ചിൻ്റെ റൂട്ടാണ്. ഇത് എല്ലാം ഓക്കെയാണ്. ഈ റൂട്ടിൽ ഒരു പ്രശ്നമില്ല. റൂട്ട് വളരെ ഓക്കെയാണ്. പക്ഷേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് പ്രോബ്ലം ഇല്ല. അത് നിങ്ങളെ ഒന്ന് ചെറുതായി ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് ഈ എൻഡ് ജോയിൻ്റാണ്. 2 പേര് വെൽഡടിച്ച് 2 സൈഡ് വെൽഡടിച്ച് വരുന്ന സമയത്ത് എൻഡ് പ്രോബ്ലമാണ്. അത് സ്റ്റോപ്പ് സ്റ്റാർട്ട് പ്രോബ്ലമാണ്. അത് മെൽറ്റായിട്ടുണ്ട്, പക്ഷേ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ഓവറോൾ ഒക്കെയാണ് ഈ റൂട്ട്. 18 ഇഞ്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ പ്രശ്നം വന്നത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് അങ്ങനെ വെച്ചത്. അത് റഫായിട്ട് അടിച്ച ഒരു വീഡിയോ. ഇതിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എക്സ്റേയിലെ കാര്യങ്ങൾ. അപ്പം ഓക്കെ, താങ്ക് യു.